ഹലോ, എൻ്റെ പേര് അശ്വതി. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തേർഡ് ഗ്രേഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ബിടെക് സിവിലാണ് പഠിച്ചത്. 2015 പാസ് ഔട്ട് ആയതിന് ശേഷം സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിൽ കയറാനായിരുന്നു താല്പര്യം. അപ്പോൾ അതുകൊണ്ട് സിവിലിൻ്റെ കോച്ചിങ് ഉണ്ടോയെന്ന് ഞാൻ ആദ്യം അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ആലുവയിൽ ഇങ്ങനെ ഷിൻഡോ സാറ് സൺഡേ ബാച്ചിൽ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, പോയവർക്കെല്ലാം ജോലി കിട്ടി, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പം ഒരു ഓഫ് സീസൺ ആയിരുന്നു അത്. പിന്നെ സൺഡേ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് പഠിച്ചാൽ കിട്ടില്ല എന്ന് എനിക്ക് അന്നേരം തോന്നിയത് കൊണ്ട് ഞാൻ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ ആ ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതിന് മുന്നേ സർവീസിൽ കയറാൻ പറ്റുമായിരുന്നു. ഞാൻ എടുത്തൊരു തെറ്റായ തീരുമാനമായിരുന്നു അത്. എന്തായാലും ഞാൻ അന്നങ്ങനെ ജോയിൻ ചെയ്തില്ല. പിന്നീട് ഒരു ജനറൽ PSC കോച്ചിങ്ങിന് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെരുമ്പാവൂർ ഒരു റെഗുലർ ബാച്ച് സിവിൽ എഞ്ചിനീയർ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഹോളിമാത എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിനെ പറ്റി ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഹോളിമാതയിൽ ഞാൻ പോയി ജോയിൻ ചെയ്ത് പതുക്കെ പഠിക്കാനൊക്കെ തുടങ്ങി. അവിടെ എന്ന് വെച്ചാൽ റെഗുലർ ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഉച്ച വരെ ടീച്ചേഴ്സ് സബ്ജക്റ്റ് ക്ലാസ് എടുത്തു തരും, നോട്ട്സ് പറഞ്ഞു തരും, അത് ഞങ്ങൾ എഴുതിയെടുക്കും. ഉച്ചയ്ക്ക് ശേഷം കമ്പൈൻ സ്റ്റഡി, ആ ഒരു രീതിയിലാണ് ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അന്നേരം ഒന്നും നമുക്കൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു, ജോലി കിട്ടുമോ ഇല്ലയോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിലാണ് അവിടെ പോയി ജോയിൻ ചെയ്ത്. അത് കഴിഞ്ഞ് ഷിൻഡോ സാറ് ഞങ്ങൾക്ക് വന്ന് ഒരു ക്ലാസ് ഒക്കെ എടുത്തു തന്നു. അങ്ങനെ സാറിന്റെ 2-3 മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വന്നു. പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും, പഠിക്കണം, ഒരു ജോലി നേടണം എന്നുള്ളൊക്കെ ഒരാഗ്രഹം തോന്നിയതും ആ ഒരു കോൺഫിഡൻസ് വന്നതും ശരിക്കും പഠിക്കാൻ തുടങ്ങിയ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. ഡെയിലി ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾ അന്നന്ന് പഠിച്ചു പോകുമായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യും. ഓരോ സബ്ജക്റ്റ് തീരുമ്പം റിവിഷൻ, എക്സാം ഉണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു റെഗുലറായിട്ട് പഠിച്ചു വരുന്ന സമയത്താണ് കുറേ അധികം എക്സാംസ് ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ എക്സാം ഡിക്ലെയർ ചെയ്തപ്പോൾ കൂടുതൽ സമയം നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. റിവിഷൻ്റെ സമയം കൂട്ടി. പിന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾക്ക് അവിടെ നിന്ന് സപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് പഠിച്ചു. പിന്നെ എക്സാമുകൾ ഒരുപാട് ഇട്ടു. അപ്പോൾ ആ എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്തു. ഓരോ പ്രാവശ്യം വരുന്ന എക്സാമിൻ്റെ മിസ്റ്റേക്ക് നമ്മൾ നോക്കിയിട്ട് അത് അടുത്ത തവണ കറക്റ്റ് ചെയ്യും, മാർക്ക് നോട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാനായിട്ട് ഷിൻഡോ സാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് ഓരോ ദിവസവും ഓരോ രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും, എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കണം, ഓരോ എക്സാമും എങ്ങനെ അറ്റൻഡ് ചെയ്യണം, നമുക്ക് വരുന്ന മിസ്റ്റേക്ക് എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ സാറ് കൂടെ ഉണ്ടായിരുന്നു. സാറിനെ വിശ്വസിച്ച് സാറ് പറയും പോലെ തന്നെയാണ് ചെയ്തത്. സാർ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം നമ്മൾ അതുപോലെ തന്നെ കേട്ടു. അങ്ങനെ അവസാനം എക്സാം എഴുതി, അതിൻ്റെ റിസൾട്ട് കിട്ടി. ഇറിഗേഷൻ തേർഡ് ഗ്രേഡ് ഓഫീസറിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു, LSTD തേർഡ് ഗ്രേഡിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു, ഇറിഗേഷൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു, പിന്നെ വേറെ കുറച്ച് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ലിസ്റ്റിൽ വരാൻ കാരണം ഞാൻ ആ ഹോളിമാതയിൽ വന്ന് ചേർന്നത് കൊണ്ടാണ്. ഒരുപാട് നാളൊന്നുമില്ല, ഒരു 6 മാസത്തിൽ താഴെ മാത്രമേ ഞാൻ കോച്ചിങ്ങിന് ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം പിന്നെ കോവിഡ് വന്ന് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയി. അപ്പോൾ ഈ ഒരു 6 മാസത്തെ കോച്ചിങ് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ലിസ്റ്റിൽ വന്ന് ജോലിക്ക് കയറാൻ സാധിച്ചത്. അത് സാറിൻ്റെ ഒരു നല്ലൊരു ഗൈഡൻസും മോട്ടിവേഷനും സാറിൻ്റെ ഒരു സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നതുകൊണ്ടാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പം നിങ്ങൾക്കും ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഹോളിമാത. നമുക്ക് അവിടെ നിന്ന് പഠിക്കാനാണെങ്കിലും ജോലി കിട്ടുന്നിടം വരെ അവിടെ നിന്ന് പഠിക്കാം. സാർ അതിനെന്നും സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ജോലി താല്പര്യമുള്ളവർക്കൊക്കെ വന്നിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഹോളിമാത. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ഇനി ജോലി എല്ലാവർക്കും കിട്ടട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.